ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മൂവി എല്ലാവരും മസ്റ്റായിട്ടും കണ്ടിരിക്കണം. ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നവരാണ്. എന്നാൽ അമിതമായ ഫോൺ ഉപയോഗവും ഗെയിം കളിയും ഒക്കെ അവരുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു കുട്ടി അവസാനം ചെന്നപ്പെട്ട വലിയൊരു അപകടം എന്താണെന്നാണ് ഈ ഒരു മൂവിയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ടിപ്പു എന്ന് വിളിപ്പേരുള്ള അനീഷ് എന്ന കുട്ടിയാണ് കാണിക്കുന്നത്. അവൻ പെട്ടെന്ന് എന്തൊക്കെയോ കണ്ട് പേടിച്ചോടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്റെ അച്ഛനും അമ്മയുമായ ആദിത്യയും അഹാനയും ചേർന്നിട്ട് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതുമാണ്. ശരിക്കും ടിപ്പുവിന് എന്താണ് സംഭവിച്ചതെന്ന് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സീരിയസ് ആയിട്ടൊരു കണ്ടീഷനിലാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡോക്ടേഴ്സ് തൽക്കാലം അവനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ശരിക്കും അവന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദിത്യ പറയുന്നുണ്ട് അവന് ഫോൺ യൂസേജ് കുറച്ച് കൂടുതലാണ്. അമിതമായിട്ട് അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവൻ ഗെയിം കളിക്കും. അങ്ങനെ പെട്ടെന്ന് അവശനിലയിലായതാണ്. ശരിക്കും അത് കേട്ട് ആ ഡോക്ടർ പോലും ഞെട്ടിപ്പോയി. തൽക്കാലം അവനെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയായിരുന്നു അവർ. അതിനിടയ്ക്ക് രാത്രിയിലാകട്ടെ അഹാനയ്ക്ക് ഒരു കോള് വരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്തതും അവൾ ആകെ പേടിച്ചുപോയി. ഇവിടെപ്പോയി അവളത് ആദിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഇത് അവരാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവനും ആ കോളിൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് അത് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യേണ്ടെന്നും പറയുന്നു. അതിൽ നിന്ന് തന്നെ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിറ്റേന്ന് രാവിലെ ഡോക്ടർ അവർ രണ്ടുപേരോടും ടിപ്പുവിന്റെ കണ്ടീഷനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെയായിട്ട് ഗെയിമിംഗിൽ അഡിക്റ്റ് ആയ ഒരുപാട് കുട്ടികളുണ്ട്. ഇവിടെ തന്നെ ഇതുപോലെ പല കേസുകളും വരാറുണ്ട്. വീട്ടിലെ കുട്ടികളെ ഇത്രത്തോളം ശ്രദ്ധിക്കണമെന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാകട്ടെ ആദിയുടെ ഫോണിലെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൻ ആ കോൺവെർസേഷന്റെ ഇടയ്ക്കും ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടറിനും ദേഷ്യം വരാൻ തുടങ്ങി, അഹാനയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഫോൺ മാറ്റുന്ന അവൾ പറഞ്ഞിട്ടും അവൻ വീണ്ടും മെസ്സേജ് ചെയ്യുകയായിരുന്നു. ദേഷ്യം വന്ന അഹാന ആ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നീ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അവളോട് അവൻ ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട് നമ്മൾ കാരണോ നമ്മുടെ മകൻ ഇങ്ങനെ ഈ അവസ്ഥയിലായിരിക്കുന്നത്. നമ്മൾ അവനെ ശ്രദ്ധിക്കണമായിരുന്നു. ഇത്രയൊക്കെയായിട്ട് നീ വീണ്ടും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ പറയുന്നു ഓഫീസിലെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്, എനിക്ക് ഓഫീസിലെ വർക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് ഡോക്ടർ വന്ന് അവർ രണ്ടുപേരും വഴക്ക് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീടല്ല എന്ന്. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അഹാന പറയുന്നുണ്ട് അവൻ 6 വയസ്സുള്ള സമയത്ത് നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു. ആ ചെറിയ ഫ്ലാറ്റില് അധികം സ്പേസ് ഇല്ലാത്ത കാരണം നമ്മൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കഥ കാണിക്കുന്നത്. ടിപ്പുന് 6 വയസ്സുള്ള സമയത്ത് അഹാന ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അവളായിരുന്നു അവനെ ഇന്ന് സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അഹാന ഒരു അക്കൗണ്ടിന്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ആദ്യം ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ടിപ്പുവിനെ അവിടെ ജോലിക്ക് വരുന്ന കൽപ്പന എന്ന് പറയുന്ന സ്ത്രീയുടെ അടുത്താക്കിയിട്ടാണ് അവർ പോകുന്നത്. ഇന്റർവ്യൂ പാസ്സായ അഹാന പിന്നീട് എല്ലാ ദിവസവും ആദിയുടെ കൂടെ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. സ്കൂൾ വിട്ടു വരുന്ന ടിപ്പുവിന്റെ കൂടെ കളിക്കാൻ ആരുമില്ലാതെയായി. അവൻ കൂടുതൽ സമയവും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന അഹാനയും ആദിയും ആകട്ടെ ഫുൾ ടൈം ഫോണിലും ഓഫീസിലെ കാര്യങ്ങളും മറ്റുമായിട്ട് ആദ്യ കുറെ സമയം ഫോണിലായിരിക്കും. അത് കഴിയുമ്പോൾ അയാൾ ഫോണിൽ തന്നെ ഇരുന്ന് ഗെയിം കളിക്കും. രണ്ടുപേരും തങ്ങളുടെ കരിയറിലും വർക്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി ടിപ്പുവിലേക്കുള്ള അവരുടെ ശ്രദ്ധ കുറഞ്ഞു. പലപ്പോഴും അവൻ അവന്റെ അച്ഛനെയും അമ്മയും ഒരുപാട് മിസ് ചെയ്തിരുന്നു. അവൻ നടുക്കിരിക്കുമ്പോഴും അവർ ഫോൺ യൂസ് ചെയ്യുന്ന കണ്ടിട്ട് അവൻ ചില നേരത്ത് അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി താഴെ വെക്കും. ആ സമയത്തൊക്കെ കുറച്ചു നേരം അവരാകട്ടെ അവന്റെ കൂടെ കളിക്കുകയും ചെയ്യാറുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ പോലുള്ള അവരുടെ ഫോൺ ഉപയോഗം കാരണം അവൻ എന്താ കഴിക്കുന്നതെന്നോ എങ്ങനെയാ കഴിക്കുന്നതെന്നോ പോലും അവർ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ വിശക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി ആഹാരം എടുത്ത് കഴിക്കുന്നതും പതിവായി. സ്കൂൾ വിട്ടുകഴിഞ്ഞ് വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ അവൻ ജനാലുകൾ അച്ഛനെ അമ്മയെ നോക്കിയിരിക്കും. എപ്പോഴും ആ ജോലിക്കാരോട് ചോദിക്കും തന്റെ അച്ഛൻ എപ്പോഴാ അമ്മ എപ്പോഴാ വരുന്നതെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ ലൈഫിലെ ഏകാന്തത കൂടി വരികയായിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്ന അഹാനയാകട്ടെ അവന് വേണ്ടി കേക്കും കൊണ്ടുവന്ന് അതവന് കഴിപ്പിച്ചുകൊണ്ട് കുറച്ചുനേരം അവനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് വൈകുന്നേരം അവർക്കൊരു പാർട്ടിക്ക് പോകണമായിരുന്നു. അത് കാരണം ആദ്യം നേരത്തെ എത്തി. ആദ്യം വന്ന ഉടനെ തന്നെ ടീപ്പു ഓടിച്ചെന്ന് അവന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ കൂടുന്നു. 1-2 ബോളൊക്കെ ആദ്യം അവന് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഞാൻ നല്ല ടയർഡാണെന്നും നമുക്ക് പിന്നെ കളിക്കാന്നും പറഞ്ഞിട്ട് അവനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. എന്നാൽ അവൻ വീണ്ടും ആദിയുടെ പിറകെ കൂടിയതോടുകൂടി ആദ്യമാകട്ടെ തന്റെ ഫോൺ എടുത്ത് അവന്റെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിലും ക്രിക്കറ്റ് ഉണ്ടെന്ന്. അതെങ്ങനെയാ കളിക്കുന്നതെന്നെല്ലാം തന്നെ ആദ്യം അവന് കാണിച്ചു കൊടുക്കുന്നു. ആ ഫോൺ കിട്ടിയതും അവൻ ഫോണിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. കുറച്ചു കഴിയുമ്പോൾ എല്ലാവരും റെഡിയായി ഒരു പാർട്ടിക്ക് വേണ്ടി പോവുകയാണ്. പാർട്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ലേഡീസ് എല്ലാം തന്നെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ജെന്റ്സ് എല്ലാം തന്നെ മദ്യപിച്ചുകൊണ്ട് മറ്റൊരിടത്തു നിന്ന് സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയാകട്ടെ സോഫയിലിരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. ടീപ്പു അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയതും അവള് പറയുന്നുണ്ട് ഞാൻ ഗെയിം കളിക്കുക, എന്നെ ശല്യം ചെയ്യരുതെന്ന്. അങ്ങനെ ടീപ്പു തിരിച്ചു ഓടി തന്റെ അമ്മയുടെ അടുത്തെത്തി. എന്നാൽ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമൊന്നും കുട്ടികൾ കേൾക്കണ്ടെന്ന് കരുതിയിട്ട് അവനെയാകട്ടെ അഹാന ആദിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി വിടുന്നു. ആദിയാകട്ടെ അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും അവനെ നിർത്തണ്ടെന്ന് കരുതിയിട്ട് ആദ്യം നേരെ പോയി നേരത്തെ ഇരുന്ന പെൺകുട്ടിയില്ലേ അവളുടെ അടുത്തേക്ക് അവനെ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് തന്റെ ഫോൺ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് പുതിയൊരു ഗെയിം ഉണ്ട്, അതെങ്ങനെയാ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അങ്ങനെ ഫോണിലുള്ള പല ഗെയിംസും ആദ്യമാകട്ടെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പേരൻസ് എല്ലാം അവിടെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഈ 2 കുട്ടികളും ഫോണിൽ ഗെയിം കളി തന്നെയായിരുന്നു. പിന്നീട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴും ടീപ്പു ആകട്ടെ ഗെയിമിനെ പറ്റിയാണ് തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തനിക്ക് ഒരുപാട് ഗെയിംസ് കളിക്കാൻ അറിയാമെന്നും അതിന്റെ എല്ലാം പേരെല്ലാം തന്നെ പറയാനും തുടങ്ങി. എന്നാൽ ഇത് കേട്ട് അവന്റെ കൂട്ടുകാർ പറയുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ഇതിനു മുൻപേ കളിച്ചതാ, ഇപ്പൊ ഞങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻസാ കളിക്കുന്നത്. അതിനെപ്പറ്റി
ടീപ്പുവിന് അറിയില്ലായിരുന്നു. വീട്ടിലെത്തിയ അവനാകട്ടെ ആദിയോട് വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാൻ പഠിക്കണം. ആദിയെ കുറെ നേരം അവൻ ശല്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആദ്യ തന്റെ ഫോൺ എടുത്ത് അവനത് കളിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് അഹാന പറയുന്നുണ്ട് വെറുതെ അവനെ പുതിയ പുതിയ ഗെയിമൊന്നും പഠിപ്പിക്കേണ്ടെന്ന്. അനാവശ്യമായിട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും വേണ്ട, അവസാനം അഡിക്ഷൻ ആകും. എന്നാൽ ആദ്യ പറയുന്നു ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നു വരികയാണ്, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഫോണൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കണം. ആദ്യം അവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അവന് ജോലിയിൽ പ്രൊമോഷനൊക്കെ കിട്ടിയ കാരണം അവൻ പുതിയൊരു ഫ്ലാറ്റ് എടുത്തിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ അവിടെയായിരിക്കും താമസം. ടീപ്പു അഹാനയും ഒരുപാട് ഹാപ്പിയായി. അത് വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. ഹോസ്പിറ്റലായിരുന്ന ടീപ്പുവിന്റെ MRI എല്ലാം എടുത്ത ശേഷം ഡോക്ടർ പറയുന്നുണ്ട് അവന്റെ ബ്രെയിനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. അമിതമായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഓവർ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കാരണം അവന്റെ ബ്രെയിനിലെ ചില ഏരിയാസ് ചെറുതാവുകയും ചിലത് വലുതാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ശരിക്കും ആദിയും അഹാനയും പേടിച്ചു. തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാനാണ് ഡോക്ടർ പറയുന്നത്. വീട്ടിലെത്തിയ അഹാന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നമ്മൾ വീടുണ്ടാക്കി കാറ് വാങ്ങി നമ്മുടെ സ്വപ്നങ്ങൾക്ക് പിറകെ പോയി, പക്ഷെ നമ്മുടെ മകനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ടിപ്പുവിന്റെ ബർത്ത്ഡേ ദിവസം അവന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് പാർട്ടി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ തന്നെ ഗിഫ്റ്റ് ആവശ്യപ്പെട്ടു. അവനെന്ന് ഗിഫ്റ്റ് ആയിട്ട് ആദ്യം അഹാനയും ചേർന്ന് കൊടുത്തത് ഒരു മൊബൈൽ ഫോണാണ്. സ്വന്തമായി മൊബൈൽ ഫോൺ കിട്ടിയതോടുകൂടി അവൻ ഫുൾ ടൈം ഗെയിമിംഗ് ആരംഭിച്ചു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവനങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. ജോലി കഴിഞ്ഞ് വന്ന ആദ്യമാകട്ടെ അവനോട് സംസാരിക്കുന്നെങ്കിലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അഹാന അവന് ഇഷ്ടപ്പെട്ട ആഹാരം കൊണ്ടുവന്നിട്ട് പോലും അതൊന്നും അവൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ഗെയിമിലായിരുന്നു. അവന്റെ കൂട്ടുകാരുമായിട്ട് ചേർന്നാണ് അവൻ ഓൺലൈനായിട്ട് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ വിളിച്ചിട്ട് വരാത്ത കാരണം ഇവർ രണ്ടുപേരും ഇരുന്ന് വൈൻ കുടിക്കുകയാണ്. ആദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിന്റെ വാച്ച് അന്ന് സമ്മാനമായിട്ട് അഹാന വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവനാകട്ടെ ഓഫീസിലെ കാര്യമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗിഫ്റ്റ് ഒന്നും നോക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. അത് കാരണം ദേഷ്യം വന്ന അഹാന ആ ഗിഫ്റ്റും കൊണ്ട് തന്റെ റൂമിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. അവള് പിണങ്ങിന്ന് മനസ്സിലായതും ആദ്യ പിറകെ പോയി. ആഹാരം പോലും കഴിക്കാതെ ടീപ്പ് ഗെയിമിൽ തന്നെയായിരുന്നു. സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ കണ്ണും കഴുത്തും എല്ലാം തന്നെ വേദനിക്കാൻ തുടങ്ങി. എന്നിട്ട് പോലും അവൻ ഗെയിം തുടർന്നുകൊണ്ടേയിരുന്നു. വെളുപ്പിനെ 4 മണിയോളം അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് സ്കൂളിലെത്തി അവന്റെ സർ അവനോട് ബുക്ക് വായിക്കാൻ പറയുമ്പോൾ പല ലൈൻസും അവൻ കാണാതെ വിട്ടുപോകുന്നു. നീ എന്താ ചില ലൈൻസ് ഒന്നും വായിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്താ പറ്റിയെന്ന് തനിക്കും അറിയില്ല എന്നാണ് അവൻ പറയുന്നത്. പിന്നീട് ഐ ചെക്കപ്പിന് വേണ്ടിയിട്ട് അഹാന അവനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഇരിക്കുമ്പോൾ പോലും അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട് ഇവന്റെ ഈ ഗെയിം കളി ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ ഉള്ള കുട്ടികൾ അമിതമായിട്ട് ഗെയിം കളിക്കുന്ന കാരണമാണ് അവരുടെ കണ്ണിന് ഇത്രയധികം സ്ട്രെസ്സും കാഴ്ചശക്തിയിൽ വ്യതിയാനവും ഒക്കെ ഉണ്ടാകാൻ കാരണം. മാക്സിമം അത് കുറയ്ക്കുക. അവിടെ നിന്ന് ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പോലും അവനാകട്ടെ ഗെയിം കളിച്ചുകൊണ്ടാണ് പോകുന്നത്. എതിരെ വന്ന ഒരാളുടെ ദേഹത്ത് അവൻ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് പലതവണ അഹാന ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയെങ്കിലും അവനത് തിരിച്ച് അഹാനയുടെ കയ്യിൽ നിന്നും വാങ്ങും. ഒരു നിമിഷം പോലും അവൻ ആ ഫോണില്ലാതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ആദ്യം വന്ന് അവനെ വിളിക്കുമ്പോഴും അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ മാറ്റി വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോഴും അവൻ അതൊന്നും കേൾക്കുന്നില്ല. അവന്റെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് മാറ്റി വെച്ചെങ്കിലും അവൻ വീണ്ടും പോയി ഫോൺ എടുക്കാൻ തുടങ്ങി. എനിക്ക് വേറൊന്നും ചെയ്യണ്ട, എനിക്ക് ഗെയിം കളിക്കണം, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോയി തരുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് തടയും തോറും ആദ്യോട് അവൻ വേറൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത്. സ്വന്തം അച്ഛനെ ചീത്ത വിളിക്കുന്ന ഒരു ലെവലിലേക്ക് അവൻ മാറിയിരിക്കുന്നു. ഇത് കണ്ട് അഹാനയും ഞെട്ടിപ്പോയി. എന്തൊക്കെ വന്നാലും ശരി, നിനക്കിനി ഫോൺ തരുന്ന പരിപാടിയില്ല, മര്യാദയ്ക്ക് പോയി ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അകത്തു നിന്നും എന്തോ ഒരു ബഹളം കേട്ടിട്ട് തിരിച്ചു നിന്ന് നോക്കുമ്പോഴാകട്ടെ സ്വന്തം തലയിൽ അവൻ ബാറ്റ് കൊണ്ടടിച്ച് ചോര വരുത്തുകയായിരുന്നു. ഫോൺ കിട്ടിയില്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കും എന്നുള്ളൊരു രീതിയിൽ എത്തിയിരിക്കുന്നു. വേറെ വഴിയില്ലാതെ അവന്റെ കയ്യിൽ അവർ ആ ഫോൺ തിരിച്ചു കൊടുക്കുന്നു. രാത്രി മുഴുവൻ വീണ്ടും അവൻ ഗെയിം കളിക്കാൻ തുടങ്ങി. ഗെയിമിൽ അഡിക്റ്റ് ആയത് കാരണം അവന്റെ ലൈഫിലും ചുറ്റും നടക്കുന്നത് എല്ലാം തന്നെ ഗെയിമാണെന്നാണ് അവന് തോന്നുന്നത്. അവന്റെ ക്ലാസ്സിൽ തന്നെ കുറച്ച് കുട്ടികളും അവന്റെ കൂടെ ഗെയിം കളിക്കാനുണ്ടായിരുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തുന്ന ഇവരെല്ലാവരും തന്നെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഉറങ്ങുന്നതും പതിവാണ്. എന്തിനു പറയണം, പഠിപ്പിക്കുന്ന സാറിനെ പോലും ഗെയിമിൽ വരുന്ന വില്ലനായിട്ടാണ് അവൻ കാണുന്നത്. ഒരു ദിവസം ആദ്യം അഹാനയും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കെ ഫോറിൻ രാജ്യത്തൊക്കെ ഇതുപോലെ കുട്ടികൾ ഗെയിം കളിച്ച് അഡിക്റ്റായി ക്ലാസ്സിൽ തോക്കും കൊണ്ടുവന്ന് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെയൊക്കെ വെടിവെച്ചു കൊന്ന കേസുകളെ പറ്റിയൊക്കെ കാണുന്നു. അതൊക്കെ കണ്ട് പേടിച്ച് അഹാന നേരെ അവന്റെ റൂമിലേക്ക് ഓടി. അവന്റെ കയ്യിൽ നിന്നും ഫോൺ മാറ്റി വെച്ച ശേഷം കുറച്ചു നേരം ഇരുന്ന് പഠിക്കാൻ പറയുകയാണ്. എന്നാൽ അവൻ വീണ്ടും ഫോൺ എടുക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ ആ ഫോൺ മാറ്റി വെച്ച് അവന്റെ ബാഗിൽ നിന്ന് ബുക്കെല്ലാം എടുത്ത് ഓരോന്ന് എഴുതാൻ പറയുന്നു. എഴുതുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവൻ എഴുതുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരുന്നില്ല, എല്ലാം ചരിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. നീ എന്താ ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ആണല്ലോ എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ബാക്കി ബുക്സ് എല്ലാം തന്നെ എടുത്തു നോക്കി അഹാന ശരിക്കും ഞെട്ടി. അവൻ 6 മാസമായിട്ട് എഴുതുന്നതെല്ലാം തന്നെ ഇങ്ങനെയാണ്. അവന്റെ ഡയറി എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് സ്കൂളിൽ നിന്നും പേരൻസിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാകട്ടെ അവൻ ഇവരോട് പറഞ്ഞിട്ടുമില്ല. അവൻ സ്കൂളിലെത്തി ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നത്. അവൻ 3 വിഷയത്തിന് തോറ്റിരിക്കുന്നു. അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിട്ടപ്പോഴാകട്ടെ ആദിയുടെ സൈൻ അവൻ തന്നെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. മാത്രമല്ല 6 മാസം മുൻപുള്ള അവന്റെ ഹാൻഡ് റൈറ്റിംഗും ഇപ്പോഴത്തെ ഹാൻഡ് റൈറ്റിംഗും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻ സ്ട്രെയിറ്റ് ലൈനിൽ എഴുതാറില്ല, പഠിത്തത്തിൽ ഒരു ശ്രദ്ധയുമില്ല. വീട്ടിൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചെങ്കിലേ പറ്റൂ. അഹാന വീണ്ടും ആകെ ടെൻഷനിലായി. വീട്ടിലെത്തിയപ്പോ അവിടെ ആകെ പ്രശ്നം. അവൾ
അവളാകട്ടെ ആദ്യം വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫോൺ ഇവിടെ പൂട്ടി വെച്ചിട്ട് പോയതാ. ടീപ്പു ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുമായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഫോൺ പൂട്ടി വെച്ചിരുന്ന കബോർഡ് പൊളിച്ചിട്ട് അവൻ ഫോൺ എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങി. ചെയ്തതിന് ജോലിക്കാരോട് പോലും അവൻ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു. നീ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാ, എന്റെ തലയിൽ കയറാൻ വരണ്ടെന്നൊക്കെ മോശമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഞാൻ ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കിയപ്പോൾ അവ ഇവിടുത്തെ TV ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും തല്ലിപ്പൊളിച്ചു. കേട്ടാകെ ടെൻഷനായ ആദ്യമാകട്ടെ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഫോൺ വാങ്ങിയ അവൻ പറയുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം നുണയാണെന്ന്, അമ്മ ഒരു കള്ളിയാണെന്ന്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടതോടെ അഹാന വീണ്ടും ഷോക്കായി. അവൾ ആദ്യോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. അവന്റെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റമുണ്ട്. ആദ്യം അവിടേക്ക് വന്നതും അവനുമായിട്ട് വഴക്കിടാൻ തുടങ്ങി. ഫോൺ മാറ്റിവെക്കാൻ പലതവണ പറഞ്ഞിട്ടും അവൻ കേൾക്കാത്തത് കാരണം അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി തറയിലേക്ക് എറിയുകയാണ്. ദേഷ്യം വന്ന അവനാകട്ടെ ആദ്യം പിടിച്ചു തള്ളുന്നു. ഇഡിയറ്റ്, റാസ്കൽ എന്നൊക്കെ തുടങ്ങി ഒരുപാട് ചീത്ത വേർഡ്സ് അവനെ വിളിക്കാനും തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ അവരാകട്ടെ അവനെ ഒരു കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. എന്നാൽ അവിടെ ഇരുന്നും അവൻ ഗെയിം കളി തന്നെയായിരുന്നു. തൽക്കാലം അവനെ പുറത്തിരുത്തിയ ശേഷം അവർ കൗൺസിലറുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇവന്റെ ഈ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും വയലന്റ് ആകും. സമാധാനത്തോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. തൽക്കാലം ഇവനെ ഇവിടെ നിന്നൊന്ന് മാറ്റിക്കൊണ്ടുപോകാം. നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തടത്ത് നിങ്ങൾ പോയി കുറച്ചു ദിവസം താമസിക്കണം. ഗെയിം കളിക്കാൻ പറ്റാതാവുമ്പോൾ അവൻ പതിയെ പതിയെ അതിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. ബോളും ബാറ്റും കയ്യിൽ കൊടുത്ത് കളിപ്പിക്കേണ്ട സമയത്ത് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് അതിൽ ഗെയിം കളിക്കാൻ പറഞ്ഞതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി വെക്കുന്നത് ശരിയല്ല. കാരണം പലയിടത്തും ഇതുപോലെ ചെയ്ത രക്ഷകർത്താക്കളെ കുട്ടികൾ കൊന്ന ചരിത്രം വരെയുണ്ട്. അങ്ങനെ കേസുകൾ വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ മുതിരണ്ട. അവരുടെ കൂടെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് അർജുനും ഉണ്ടായിരുന്നു. പിന്നീട് കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ടിപ്പു ഹോസ്പിറ്റലായി വിവരം അറിഞ്ഞിട്ട് അയാൾ ആദ്യ ഹാനയും കാണാൻ വന്നിരിക്കുന്നു. നിങ്ങളന്ന് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഇല്ലാത്തൊരിടത്തേക്ക് പോയതല്ലേ, പിന്നെ എന്താ ശരിക്കും സംഭവിച്ചത്? അവൻ എങ്ങനെയാ ഹോസ്പിറ്റലായത്? ഇനിയാണ് ആ ഒരു സ്റ്റോറി കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമായ തുരുക്ക് എന്ന് പറയുന്നിടത്തേക്കാണ് അവർ അവനെയും കൊണ്ട് പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം തന്നെ അവൻ മൊബൈലിൽ നെറ്റ്വർക്ക് വരുന്നോ എന്ന് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം അവൻ ആകെ ദേഷ്യത്തിലായി. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചുറ്റും സ്ഥലങ്ങളെല്ലാം മാറുന്ന പോലെ തോന്നും. അവനൊരു ഗെയിം സോണിലാണെന്ന് അവന് തോന്നും. ശത്രുക്കൾ അവനെ ആക്രമിക്കാൻ വരുന്നത് പോലെ അവന് തോന്നും. അവരവരുടെ സ്റ്റേയിലെത്തിയപ്പോഴും അവിടെ നല്ലൊരു വെൽക്കമാണ് അവർക്ക് കിട്ടുന്നത്. ടീപ്പു അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവനവന്റെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിസപ്ഷനിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു തോക്കിരിക്കുന്ന കണ്ടിട്ട് അതിനെപ്പറ്റി ആദ്യം അയാളോട് ചോദിക്കുന്നു. തന്റെ ദാദാജിയുടെ തോക്കാണെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണെന്നുമാണ് അയാൾ പറയുന്നത്. അത് ലോഡഡ് ആയിരുന്നു. ആദ്യം ആ റിയൽ തോക്കൊക്കെ നമ്മുടെ ടീപ്പുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അയാളോട് ചോദിക്കുന്നത് ഇവിടുത്തെ വൈഫൈ പാസ്വേഡ് എത്രയാണെന്നാണ്. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇവിടെ നെറ്റ്വർക്കും വൈഫൈയും ഒന്നും തന്നെ ഇല്ലാന്ന്. ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പുറത്തേക്ക് പോയി എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ദേഷ്യം വന്ന് അവൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തത് എന്താണെന്ന്. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലേ, ഞങ്ങൾക്കും അറിയില്ല എന്നാണ് അവർ പറയുന്നത്. തന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് ടീപ്പുവിന് മനസ്സിലാക്കാൻ തുടങ്ങി. വീണ്ടും അവന്റെ ചുറ്റും എല്ലാം തന്നെ വാർസോൺ ആകുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. പലയിടത്തു നിന്നും ശത്രുക്കൾ തന്നെ ആക്രമിക്കാൻ വരുന്നത് പോലെ. അന്ന് രാത്രി ആഹാരം കഴിക്കാനിരിക്കുമ്പോഴും അവൻ ഒന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഗെയിം കളിക്കണം, നെറ്റ്വർക്കുള്ള സ്ഥലത്തേക്ക് പോകണം എന്ന് മാത്രമായിരുന്നു അവന്റെ ചിന്ത. അവന്റെ സ്വപ്നത്തിൽ പോലും ഗെയിമായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരം സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ വന്ന ഒരാളോട് ടീപ്പു സംസാരിക്കുന്നുണ്ട്. ഇവിടെ നെറ്റ്വർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് താഴെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ കുട്ടികൾ ഫോണിൽ കളിക്കുന്ന കാണാം. ഗെയിം കളിക്കാൻ പറ്റിയ സ്ഥലം അതാണെന്ന് അവന് മനസ്സിലായി. അവിടെ ഫേമസ് ഫുഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ മോമോസ് ആണെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ വണ്ടിയിൽ കയറിയ ശേഷം ടീപ്പു തന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് തനിക്ക് മോമോസ് കഴിക്കണമെന്ന്. തന്റെ മകൻ ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടിട്ട് അയാൾ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. എന്നാൽ അവന്റെ മനസ്സിലെല്ലാം തന്നെ അവിടെ പോയാൽ ഗെയിം കളിക്കാം എന്നൊരു ചിന്തയായിരുന്നു. അവിടെ ചെന്ന് അവർ മോമോസ് ഓർഡർ ചെയ്യാൻ നേരത്ത് അവൻ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് എപ്പോ വരുമെന്ന് നോക്കി. കൈ കഴുകാനെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ നെറ്റ്വർക്ക് വന്നു. അവിടെ ഒരു ഏരിയയിലിരുന്ന് കുട്ടികൾ എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അവനും അവിടെ പോയിരുന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. കുറച്ചു നേരമായിട്ടും കൈ കഴുകാൻ പോയ ടീപ്പുവിനെ കാണാത്ത കാരണം അവർ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് കാണുന്നത് അവൻ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നത്. അവനെ കുറെ വഴക്കം പറഞ്ഞിട്ട് ആദ്യമായിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. അഹാന പറയുന്നുണ്ട് അവനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ അവനോട് സമാധാനത്തോട് സംസാരിക്കണമെന്ന്. എന്നാൽ ഒരിക്കലും ഒരു അച്ഛനോടോ അമ്മയോട് സംസാരിക്കാൻ പാടില്ലാത്ത വളരെയധികം മോശം വേർഡ്സ് ആണ് അവൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ വന്നാലും നിനക്ക് ഫോൺ തരില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അഹാനയെ വിളിച്ചുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് പോയി. അവൻ പുറകെ വരുമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ കുറച്ചു നേരമായിട്ടും അവനെ കാണുന്നില്ല. അന്വേഷിച്ചു എന്നപ്പോ അവിടെ എങ്ങും തന്നെ അവനില്ല. പലരോടും ചോദിച്ചെങ്കിലും ആരും കണ്ടില്ല എന്നാണ് പറയുന്നത്. ഒടുവിൽ ഒരുപാട് അവർ അന്വേഷിച്ചു നോക്കുമ്പോഴാകട്ടെ അവന്റെ ഒരു മലമുകളിലിരിക്കുന്നു. അവിടെ വല്ലാണ്ട് തണുത്ത് വിറച്ച് ആകെ ടയർഡായ അവസ്ഥയിലായിരുന്നു. തനിക്ക് തീരെ വയ്യ, തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവന്റെ ആ ഒരു അവസ്ഥ അവർക്കും കണ്ടു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി അവനാകട്ടെ നേരെ വൈഫൈ ഓണാക്കി ഗെയിം കളിക്കാൻ ആരംഭിച്ചു. ഇത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ പോയി. ഇടയ്ക്ക് അവന്റെ റൂമിൽ ലൈറ്റ് ഓണായി കിടക്കുന്ന കണ്ടിട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അവനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്നെല്ലാം തന്നെ അവർ എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് അവർ രണ്ടുപേരെ അന്വേഷിച്ച് 2 പോലീസുകാർ വരുന്നു. അവർ ആദ്യയോട് വന്ന് സംസാരിക്കുന്ന കണ്ട് ആദ്യയുടെ ഫാമിലി ഫ്രണ്ട് അഹാനോട് ചോദിക്കുന്നുണ്ട് അവർ ആരാണെന്ന്. ആദ്യയുടെ കൊളീഗ്സ് ആണെന്നാണ് അഹാന കള്ളം പറയുന്നത്.
പറയുന്നത്. കുറെ നേരമായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് പേടിച്ച് അഹാന അവിടേക്ക് ചെല്ലുന്നു. ഇത് നിങ്ങളുടെ നമ്പറില്ലേ എന്ന് അഹാനയോട് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനോട് സംസാരിക്കും. അതൊന്നും വേണ്ട, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാമെന്ന് അവർ പറയുന്നു. തൽക്കാലം അഹാനെ അവിടെ നിർത്തിയിട്ട് ആദ്യ പോലീസുകാരുടെ കൂടെ പോയി. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ഫാമിലി ഫ്രണ്ട് ആകട്ടെ അഹാനയോട് വീണ്ടും വീണ്ടും കാര്യം ചോദിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അഹാന പറയുന്നുണ്ട്, കുറച്ചു നേരം നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാമെന്ന്. അവളും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. എന്നാൽ സ്റ്റേഷനിലെത്തിയ അവളെയും പോലീസുകാർ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി ഇന്ററോഗേഷൻ ചെയ്യുകയാണ്. രണ്ടുപേരെയും രണ്ട് സ്ഥലത്തിരുത്തി ചോദ്യം ചെയ്യുന്നു. എന്നാൽ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ആദ്യം പറയുന്നത് അവിടുത്തെ തണുപ്പും അന്തരീക്ഷവും ഒക്കെ കൊണ്ടാണ് മകന് പെട്ടെന്ന് വയ്യാതായതെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതെന്നും അവിടുത്തെ ലോക്കൽ ഡോക്ടറിനെ ഞങ്ങൾ കാണിച്ചിരുന്നു. അയാളാണ് പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. അവൻ പറയുന്നതൊന്നും തന്നെ പോലീസുകാർ വിശ്വസിക്കുന്നില്ല. അതേസമയം അഹാന അവന്റെ ഗെയിമിലുള്ള അഡിക്ഷനെ പറ്റി എല്ലാം തന്നെ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് ഓണേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അവർ നല്ലവരായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു. എന്നാൽ അവർ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഇത് കേട്ടതും ആശ്ചര്യത്തോടെ അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ എന്തു പറ്റിയെന്നൊക്കെ. അത് ശരിക്കും ഞങ്ങളല്ല പറയേണ്ടത്, നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. തനിക്കൊന്നും അറിയില്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. എന്നാൽ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. മകന്റെ അവസ്ഥയൊക്കെ അവർ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ പോലീസുകാർ കൂട്ടാക്കിയില്ല. അവസാനം ആദ്യം പറയുന്നുണ്ട്, അവരെ കൊന്നത് ഞാനാണെന്ന്. എന്നിട്ട് അവനൊരു കഥയും പറയുന്നു. എന്റെ മകൻ മൊബൈൽ അഡിക്റ്റ് ആയിരുന്നു. അവനിങ്ങനെ മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. ആ സമയത്ത് അയാൾ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തിനാ കുട്ടിയെ വഴക്ക് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബഹളമുണ്ടാക്കി. അങ്ങനെ ഞാനും അയാളും തമ്മിലൊരു വാക്കുതർക്കുകയും ദേഷ്യം വന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അത് കേട്ട് ഓടി വന്ന അയാളുടെ വൈഫിനെയും ഞാൻ അറിയാതെ ഷൂട്ട് ചെയ്തതാണ്. എന്നാൽ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും കള്ളം പറയുകയാണെന്ന്. അല്ല, ഇത് തന്നെയാ സംഭവിച്ചതെന്ന് അവൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു. അഹാനയാകട്ടെ വേറെ ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. അവസാനം പോലീസുകാര് രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് തന്റെ ജൂനിയേഴ്സിനോട് ആ പോലീസുകാരൻ പറയുന്നു. എന്നിട്ട് ഡോക്ടറിനോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട് ടിപ്പോനോട് സംസാരിക്കാൻ. അയാൾ പറയുന്നുണ്ട്, 48 മണിക്കൂറിന് ശേഷം മാത്രമേ അവനോട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. അവന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. അങ്ങനെ 2 ദിവസം അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. അവന്റെ നോർമൽ കണ്ടീഷനിലേക്ക് വന്ന ശേഷം പോലീസുകാർ അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അവൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളത്തരമായിരുന്നു. അവർ യഥാർത്ഥത്തിൽ കുറച്ച് ദിവസം പോലും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. സൈറ്റ് സീയിങ്ങിന് ഒന്നും തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഗെയിം കളിക്കാൻ പറ്റാത്ത കാരണം അവൻ ആകെ മൂഡൌട്ടായി അവിടെ എവിടെയും നടക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ തന്റെ ചുറ്റും ശത്രുക്കൾ വരുന്ന പോലെയും പ്ലെയിനിൽ വന്നിട്ട് ബോംബിടുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. അവരെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിൽ ആയുധം വേണമായിരുന്നു. ഗെയിമിൽ അങ്ങനെയായിരുന്നു അവൻ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവന്റെ കയ്യിൽ ഇപ്പോൾ ആയുധം ഒന്നും തന്നെയില്ല. അവസാന റിസപ്ഷനിലിരുന്ന ആ തോക്കെടുത്ത് അവൻ തന്റെ എതിരാളികളെ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. അവന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്ന ആ ഓണേഴ്സിന് നേരെയും അവൻ ഷൂട്ട് ചെയ്യുന്നു. അവരെയെല്ലാം ശത്രുക്കളായിട്ടായിരുന്നു അവന് തോന്നുന്നത്. എന്നാൽ ഈ ബഹളം കേട്ടിട്ട് ഓടി ആദ്യം അവിടേക്ക് വന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം കണ്ടും ശത്രുവാന്ന് തോന്നിയിട്ട് അവൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും അതിലെ ബുള്ളറ്റ് തീർന്നു. ആദ്യം അവന്റെ സമനില വീണ്ടെടുത്ത് കൊണ്ടുവരുമ്പോഴാണ് അവൻ ആ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഗെയിമാണെന്ന് കരുതി ആ ഒരു ചിന്തയിൽ താൻ യഥാർത്ഥത്തിൽ രണ്ടുപേരെ കൊന്നിരിക്കുന്നു. അവൻ ആകെ പേടിച്ചു വിറച്ചു. തന്നെ പോലീസ് പിടിക്കും, താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ ടെൻഷനാകാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും തന്റെ മകനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നായിരുന്നു ആദ്യയുടെ മനസ്സിൽ. ആ തോക്കിലെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം മാറ്റിയ ശേഷം അഹാനയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തിയിട്ടും ടീപ്പോ ആകെ ടെൻഷനിലായിരുന്നു. തന്നെ പോലീസ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ കരയാൻ തുടങ്ങി. പതിയെ പതിയെ അവന്റെ കണ്ടീഷൻ വഷളാകാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. എന്തൊക്കെ വന്നാലും ശരി, അവനെ പോലീസിനെ വിട്ടുകൊടുക്കില്ല, ഞാൻ തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്ന് ഏറ്റെടുക്കുമെന്നാണ് ആദ്യം പറയുന്നത്. എന്നാൽ പോലീസുകാർ സത്യം കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. ആദിക്കും അഹാനിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവർക്ക് തന്റെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും രണ്ടുപേരെ കൊന്ന കേസിൽ അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മൂവി അവസാനിക്കുന്നത് ഇവിടെയാണ്. അവസാനം കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് പറയുന്നുണ്ട്. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഉപയോഗവും ഗെയിമിങ്ങും ഒക്കെ ഇതുപോലെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പല കേസുകളും ഉണ്ട്. 16 വയസ്സുള്ള ഒരു കുട്ടിയാകട്ടെ ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തതിന് സ്വന്തം പേരന്റിനെ കൊന്ന ശേഷം അത് സൂയിസൈഡ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. മറ്റൊരിടത്ത് 17 വയസ്സുള്ള ഒരു കുട്ടിയാകട്ടെ സ്വന്തം ഗ്രാൻഡ് മദറിനെ കൊന്നിരിക്കുന്നു. ഗെയിം കളിക്കുന്നത് അവർ ചോദ്യം ചെയ്തതായിരുന്നു കാരണം. 18 വയസ്സുള്ള മറ്റൊരു കുട്ടിയാകട്ടെ താൻ ഗെയിം സോണിലാണെന്ന് ഹാലുസിനേറ്റ് ചെയ്തിട്ട് 3 പോലീസുകാരെ ഷൂട്ട് ചെയ്ത് കൊന്നു. ലോകത്ത് പലയിടത്തും നടന്ന സംഭവങ്ങളാണിത്. ചില ഗെയിംസിന്റെ ഓരോ ലെവലും കടക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് അവസാനം സൂയിസൈഡ് വരെ ചെയ്ത കുട്ടികളുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നതിന് പകരം അവരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ അനുവദിക്കുക, പേരൻസിന് തങ്ങളുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റും കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഫോൺ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു രീതി എത്രയും പെട്ടെന്ന് മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.